എല്ലാവർക്കും ഹാപ്പി വിഷു. First Vishu of Lettuce Nest. You can do it again. Yeah. വിഷു എന്നത് പുതിയ പ്രതീക്ഷകളുടെ തുടക്കമാണല്ലേ. വിഷുക്കണി കാണുകയും കൈനിറയെ കൈനീട്ടയും ലഭിക്കുകയും ചെയ്യുന്ന ഈ ദിനം എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നൽകട്ടെ. വിഷുവിൻ്റെ തലേ ദിവസമാണ്. എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. ഞങ്ങളാകെ പൂത്തിരിയും കമ്പിത്തിരിയും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. പൊട്ടുന്ന സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ജസ്റ്റ് പൂത്തിരിയും കമ്പിത്തിരിയും മാത്രം. ഇത് അടുത്തുള്ള ചേച്ചിയുടെ മക്കളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഇത് മാത്രം മതിയായിരുന്നു ഞങ്ങൾക്ക് കളിക്കാൻ. ഒരുപാട് സമയമെടുത്ത് ഇതൊക്കെ തീർക്കാൻ. രാത്രി 10-11 മണിയൊക്കെ ആയും തോന്നുന്നു കിടക്കാൻ. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കണിയൊക്കെ ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് ഞങ്ങൾ കിടന്നത്. പുതിയ വീടിൻ്റെ വിഷുവാണ്. വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 4 മാസമല്ലേ ആയുള്ളൂ. അപ്പം അതിൻ്റെ കോടി വിഷുവാണ്. അപ്പോൾ കുറച്ച് നന്നാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പടക്കങ്ങളൊന്നും ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ മോക്ക് വേണ്ടിയിട്ട് കുറച്ച് കമ്പിത്തിരിയും പൂത്തിരിയും മാത്രമേ വാങ്ങിച്ചുള്ളൂ. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് വിഷുക്കണി കണ്ടു. അമ്മയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിച്ചിട്ട് ഞങ്ങളൊരു 6 ആകുമ്പം അമ്പലത്തിലോട്ട്, അടുത്തുള്ള അമ്പലത്തിലും തറവാട്ടിലും ഭജനമന്ദിരത്തിലൊക്കെ ആയിട്ട് പോയി വിഷുക്കണി കണ്ടു. പിന്നെ ഒരു 7 ആയപ്പോൾ തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ എല്ലാവരും കൂടെ സദ്യ ഉണ്ടാക്കി. പിന്നെ ഇങ്ങനെ എല്ലാവരൊക്കെ വിളിച്ചിരുന്നു. ഞങ്ങളുടെ കണി കണ്ടോ, അത്യാവശ്യം എല്ലാം വെച്ചിട്ടുണ്ട്. കണിക്ക് മഞ്ചാടിക്കുരുവും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് സദ്യക്ക് ഉപ്പും പുളിയിഞ്ചിയും അച്ചാറും പിന്നെ അവിയൽ, പയറുപ്പേരി, പിന്നെന്താ സാലഡ് ഉണ്ടാക്കി, സാമ്പാർ രാവിലെ ഉണ്ടാക്കിയാണ്. പിന്നെ നല്ല ചോറ്, ചിക്കൻ ഉണ്ടാക്കി, പപ്പടം, പിന്നെ പായസവും എല്ലാം കൂടെ ചോറുണ്ടിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ വിഷു ആശംസകൾ.